ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. കാസർഗോഡ്, കണ്ണൂർ ഈ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ബാക്കി എല്ലായിടത്തും യെല്ലോ അലർട്ട് തുടരുകയാണ്. ജൂലൈ 1 വരെ കാലവർഷം ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കണ്ടോ, നമ്മൾക്ക് നല്ല യെല്ലോ ഓറഞ്ച് ആയിട്ടുള്ള മാപ്പാണ് ഇന്ന് വന്നിരിക്കുന്നതും. തെലുങ്കാനയ്ക്കും അറബിക്കടലിനും മുകളിലായിട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ടതോടുകൂടിയാണ് ദുർബലമായിരുന്ന കാലവർഷം ശക്തി പ്രാപിച്ചത്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും. അതേസമയം തന്നെ ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പല ജലസ്രോതസ്സുകളിലും ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നദികൾക്കും പുഴകൾക്കും ഒക്കെയും സമീപത്ത് താമസിക്കുന്ന എല്ലാവരും ജാഗ്രത പാലിക്കണം. ഇനി നമുക്ക് മറ്റ് ജില്ലകളിലെ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില ഒന്ന് പരിശോധിച്ച് തുടങ്ങാം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയേക്കാം അല്ലേ. തിരുവനന്തപുരത്തെ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിയിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 26 കണ്ണൂരിൽ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് താപനില. ഒപ്പം തന്നെ എല്ലായിടത്തും മഴ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോകണം. കാരണം ഇന്നലെ കൊച്ചിയിലും അതേപോലെ തന്നെ കോഴിക്കോട്ടും ഒക്കെ അത്ര നല്ല ഈ മോശം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് മരങ്ങൾ കടപുഴകി വീഴുന്നതും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇന്നിപ്പോൾ രണ്ടിടത്ത് ഓറഞ്ച് അലേർട്ടും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടേ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വച്ചൊക്കെ പോകും. പ്രത്യേകിച്ച് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം റോഡൊക്കെ സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാർക്ക് ചെയ്യുന്നത് മരത്തിൻ്റെ മൂട്ടിലൊന്നും കൊണ്ട് ഇടരുത്. കുറച്ചൊക്കെ മാറിയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എപ്പോൾ ഒടിഞ്ഞ് വീഴുമെന്നുള്ള കാര്യത്തിലൊന്നും വലിയ വ്യക്തതയൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക്